എൻ്റെ ആദ്യ സിനിമയുടെ മ്യൂസിക് ലോഞ്ചാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ഒരു സ്വപ്ന സാക്ഷാത്കാരം എന്നൊക്കെ പറയുന്നത് അതുതന്നെയാണ് ഒരു തരത്തിൽ പറഞ്ഞത്. ഈ വാത്സല്യം ഒരു പരിധിയുടെ കൂടുതലായാൽ പിള്ളേർ വഷളാകുമെന്ന് പറയുന്ന ഉദാഹരണമാണ് ഇപ്പം എൻ്റെ അവസ്ഥ. നേരത്തെ 3 പതിറ്റാണ്ടുകളെന്ന് 36 വർഷം കറക്റ്റായി 3 പതിറ്റാണ്ടുകളായിട്ട് മലയാള സിനിമയിൽ നിന്ന് പറഞ്ഞ അതേ രീതിയിൽ ഞാൻ പറയുകയാണ്. കഴിഞ്ഞ 3 വർഷം ഞാൻ നിങ്ങളുടെ ആരെയും കൺവട്ടത്തില്ലാതെ ഒഴിഞ്ഞു നിൽക്കുകയാണ്. അത് കഴിഞ്ഞുള്ള എൻ്റെ ഈ വരവ് അത് ദൈവമായിട്ട് സാധിച്ചു തന്നാണെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഞാൻ ഹൈദരാബാദിൽ തിരിച്ചു വന്നതിന് ശേഷം ഞാൻ ഇവിടെ വരുമ്പോൾ നല്ല ചാകരയായിരുന്നു. ഒരുപാട് ഓഫേഴ്സ് എനിക്ക് അഭിനയിക്കാൻ പോകും. എൻ്റെ കണക്ക് ശരിയാണെങ്കിൽ അധികം പടത്തിൽ മാത്രമല്ല എല്ലാ പടങ്ങളും കണക്ക് എഴുതി 10-26 പടങ്ങളെങ്കിലും ഞാൻ വേണ്ട എന്നുള്ളതാണ്. കാരണം ഞാനത് മൊത്തമായിട്ട് നോക്കുമ്പം എൻ്റെ ആവശ്യമില്ല. പിന്നെ എൻ്റെ ഒരു ആബ്സെൻസിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് വേണമെങ്കിൽ ക്യാഷ് ചെയ്യാൻ മറ്റൊരു വന്ന ഓഫേഴ്സ് ആയിരുന്നു പറഞ്ഞത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് രാജ് പടം തീരാറായപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ പേര് എൻ്റെ പോലെ എന്താണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മളെ രാജ് എന്ന് വിളിച്ചൊരു കഥാപാത്രം എന്നെ കാണാനായിട്ട് വന്ന് സാധാരണ ഈ ഡയറക്ടേഴ്സ് വന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു ആക്ടർ എടുത്ത് വരുമ്പോൾ രണ്ടാമത്തെ ഒരു മസിൽ എടുത്തോളൂ. യു ആർ ജസ്റ്റ് എ പ്രോപ്പർട്ടി ഇൻ ദ ഹാൻഡ് ഐ ആം ഗോയിങ് ടു മേക്ക് യു അപ്പ് ഓർ ഡൗൺ എന്ന ഫീലിംഗ് ആണ് ഡയറക്ടേഴ്സിന് ഉണ്ടാവില്ല. ഇത് അതൊന്നും ഇല്ലാത്തൊരു ഫോർമേഷൻ. അത് എൻ്റെ അടുത്തിരുന്നു, അപ്പുറത്തിരുന്നു, ഇപ്പുറത്തിരുന്നു. ഇവിടെ നിങ്ങൾ കാണുന്ന പോലെ ബലേട ഇടയ്ക്ക് സാധനം വിളിക്കും, പിന്നെ തലേവാന്ന് വിളിക്കും, പിന്നെ അണ്ണാന്ന് വിളിക്കും. മറ്റൊന്നും വിളിക്കുന്നത് കൂടി ഷൂട്ടിങ് കഴിഞ്ഞ് പണം വിളിച്ചു. അതുകൊണ്ട് നമ്മുടെ സിനിമയ്ക്ക് ആ കുഴപ്പമുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്. പക്ഷേ തുറന്നു പറയട്ടെ, എനിക്ക് രാജിനെ ഞാൻ നേരത്തെ സൂര്യ ടി വി അനുഭവമായിട്ട് ഇന്റർവ്യൂ നടത്തിയിട്ട് ഞാൻ പറയുകയില്ലേ, രാജിൻ്റെ ആ എക്സൈറ്റ്മെന്റും ആ ഉത്സാഹവും കണ്ടപ്പോൾ എൻ്റെ ഉത്രാടരാത്രി ഞാൻ ഡയറക്റ്റ് ചെയ്യുമ്പോൾ ഒരു 22 വയസ്സുകാരൻ്റെ മനസ്സിലുണ്ടായിരുന്ന ആ ഒരു എക്സൈറ്റ്മെന്റ് ഞാൻ കണ്ടു. പുള്ളി എന്നോട് കഥ പറഞ്ഞു. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 3-4 തവണ കഴിഞ്ഞിട്ടാണ് ഞാൻ തീരുമാനിച്ചു എനിക്ക് ഇയാൾക്ക് വേണ്ടി പഠിച്ചു. അതൊരു തീരുമാനമായി. കംഫോർട്ടബിളി പുതിയ ആളാണ്. ഇന്നും അറിയുന്നില്ല. അതിനുശേഷം ഞാൻ കളം പറയുന്നില്ല. പടം തുടങ്ങി കഴിഞ്ഞപ്പോൾ ഞാൻ രാജ്യം നിങ്ങൾ ആരെയൊക്കെ കൂടെ വർക്ക് ചെയ്ത് ഞാൻ കേട്ടത് പിന്നെ അതായത് ഒരു ചരിത്രമുള്ള ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ച ഭർത്താവിൻ്റെ അന്വേഷണം പോലെ നിങ്ങൾക്ക് അതിനെ അറിയാനില്ലേ? അല്ല അങ്ങനല്ല, അങ്ങനെ അറിയത്തില്ല എന്ന് പറയുന്ന അതിൻ്റെ പറയട്ടെ അതങ്ങനെയല്ല. അത് അവിടെ എവിടെയെങ്കിലും തട്ടിത്തെറിച്ച് ഈ രാജ് പ്രഭാവതി മേനോന്നുള്ള സംഗതി എൻ്റെ ഒരു ഷൂട്ടിയുടെ ഒരു 10-24 ദിവസത്തെ ശീലമാണ്. ദാറ്റ് വാസ് എ വെരി വെരി പ്ലസന്റ് എക്സ്പീരിയൻസ്. അദ്ദേഹം നേരത്തെ എന്നെ കുഴപ്പപ്പെടുത്തി. അതുകൊണ്ട് ഞാൻ തിരിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. ഞാൻ ഏതെങ്കിലും ഒരു സംവിധായകനുമായിട്ട് പ്രണയത്തിലേക്കുണ്ടെങ്കിൽ അത് എന്നാൽ പറയുമ്പോൾ കാണാനുള്ള കൊലികളൊന്നുമില്ല. പക്ഷേ എനിക്ക് നല്ല സംശയമുണ്ട്, എന്നോടും പുള്ളിക്ക് അങ്ങനെ ഏതാണ്ട് ഒരു ഫീലിംഗ് ഉണ്ടോ. ഞാൻ തിരക്കില്ലാതെ വേഷമൊക്കെ വന്നു കഴിഞ്ഞാൽ പുള്ളി ക്യാമറയുടെ വേഗം
ഇതെനിക്കൊരു ചാർജ്. പ്രത്യേകിച്ചും ഒരു പരിധിയിലേശം ക്ഷീണിച്ചു വന്ന ബാലചന്ദ്രൻ ക്യാമറ മുമ്പിൽ നിന്നപ്പോൾ വളരെ നയമെന്ന് പറയുന്നവരുടെ ദൈവം എനിക്ക് തന്നതിന് ഞാൻ അദ്ദേഹത്തോട് നന്ദി പറയുന്നു. എൻ്റെ ഈ ഘട്ടത്തെ തരണം ചെയ്ത് ഞാൻ സിനിമയിലേക്ക് ഓരോ സ്റ്റെപ്പ് വെച്ച് വരുന്നതും എൻ്റെ മക്കളുടെ വിവാഹവും എല്ലാം കാണാൻ എൻ്റെ അമ്മയ്ക്ക് ഭാഗ്യമുണ്ടായി. പക്ഷേ ആദ്യമായിട്ട് അഭിനയിച്ച ഈ ചിത്രം ഇതിന് സ്റ്റില്ല് കാണിച്ചപ്പോൾ എൻ്റെ അമ്മ ചോദിച്ചു, എന്താണ് നിന്റെ താടികളൊക്കെ കൂടെ ഇരിക്കുന്നത് ചോദിച്ചു. ഞാൻ എനിക്ക് ഡയറക്ടർ പറഞ്ഞിരിക്കുന്നത് ഇതാണോ സൗന്ദര്യം, ഇപ്പോഴത്തെ ചെറുപ്പക്കാർ എന്നാ ഏതിൻ്റെ ന്യൂ ജനറേഷൻ എന്ന് പറയുന്നത്, എന്നാൽ പിന്നെ മൊത്തമാണോ വളർത്തത് അമ്മയ്ക്കറിയില്ല. പക്ഷേ ഞാൻ 2-3 എനിക്ക് ഫോർവേഡ് വന്നപ്പോൾ അമ്മയെ കൊണ്ട് കാണിച്ചിട്ടോ ഇപ്പം കണ്ടെങ്കിൽ ഒരു ഏറ്റുള്ളവരായിട്ട് നിനക്കൊരു കുശുതി, ആവശ്യമില്ലാത്തൊരു കുശുതി അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടത്. ഒരു മുത്ത് വെച്ചിരാകുന്നു. അപ്പം ഞാൻ മുത്ത് വെച്ച് നിന്നതാണ് കണ്ടത്. മിനിമം ഒരാൾ തിയേറ്ററിൽ ഒന്ന് കൈയടിക്കണം, അല്ലെ കൂടണം. ഇത് രണ്ടുമില്ലാതെ മൃതപ്രായമായിട്ട് അർത്ഥം ആർട്ടിസ്റ്റിന് വലിയതാണ്. അപ്പം ഞാൻ കണ്ടെത്തിയ ഒരു കോയിനേജ് ഒരു ഇഫക്റ്റ് ഉണ്ടാകുമെന്ന് ഞാൻ തൽക്കാലം പ്രതീക്ഷിക്കുന്ന ആ പ്രതീക്ഷയെ കൊടുത്ത പ്രേക്ഷകർ സത്യമായി കൊണ്ടുവരേണ്ട ദൈവത്തോട് പ്രാർത്ഥിക്കും. ഇന്ന് വായനാ ദിനമാണ്. രാവിലെ ഒരു നല്ല കാര്യം വായിക്കാമെന്ന് എനിക്ക് പത്രം എടുത്തു. അപ്പോൾ ആദ്യം വായിച്ച വാർത്ത ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കുറ്റകൃത്യം നടക്കുന്നത് കേരളത്തിലാണ്. ശരി. രണ്ടാമത്തെ പേജിൽ ഒരു കോടതിയുടെ വിധി വന്നിരിക്കുന്നു. പ്രായപൂർത്തിയായ 2 പേർ ശാരീരികമായ ബന്ധം പുലർത്തിയാൽ അവരെ ഭർത്താവും ഭാര്യയും സ്വീകരിക്കണം. ഞാൻ തിരിച്ചറിയിച്ചപ്പോൾ പണ്ടൊക്കെ 2 പേര് കണ്ടു കഴിഞ്ഞാൽ അവിടെ എവിടെയുള്ള ദൃശ്യങ്ങൾ അങ്ങോട്ടും കൊണ്ട് കൈമാറ്റം ചെയ്ത് പ്രണയത്തിലായി അമ്മാവിൻ്റെ അപ്പത്തിൻ്റെ എതിർത്ത് അവഗണിച്ച് നാട്ടുകാരെ വിളിച്ച് നിലവിളക്ക് വെച്ച് ഈ താലി എടുത്ത് കെട്ടുമ്പോഴാണ് അവരുടെ ശരീരം തൊടാനുള്ള സമ്മതം കൊടുക്കുന്നത്. ഇപ്പം നേരെ റിവേഴ്സിൽ സീൻ ചെയ്യുക. ആദ്യമേ കെട്ടുന്നവരോട് വെക്കുന്ന ഉടനെ താലി പിന്നെ അവസാനം. ഇത്രയും മാറ്റങ്ങൾ നമ്മുടെ സമൂഹത്തിൽ വന്നിരിക്കുന്ന ഒരു സമയത്താണ് ബഡ്ഡി എന്ന് പറയുന്ന ഒരു സിനിമയുമായിട്ട് രാജ് പ്രഭാവതി അഫ്കോഴ്സ് എനിക്കൊരു ദാരിയെ കുറിച്ച് തന്നു. അതിന് കുറച്ച് പെൺകുട്ടികളെ കൊടുത്തു. അല്ല ഞങ്ങൾ അഭിനയിക്കുന്ന കൊടുത്തല്ല, കാരണം അങ്ങനെയല്ല, എല്ലാം തിരിച്ചറിയൊന്നും പറയാൻ പറയും. ഇങ്ങനെ I have found him on the screen is very, very, very comfortable with him. ഞാൻ ഭയങ്കര അൺകംഫർട്ടബിൾ. ഞാൻ ഈ കൺമണി പെണ്ണിനെയൊക്കെ പാടുമ്പോൾ തന്നെ ഞാൻ ടെൻഷനാണ്. ഒരു സ്ത്രീ രൂപം ഫ്രെയിമിൽ വന്നാൽ എനിക്ക് ബുദ്ധിമുട്ടാണ്. അതിനുള്ളതല്ല, ആ പാട്ടൊന്നുമില്ല പാടാൻ ഓക്കെ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് വിട്ടുപോയി. എന്താ പറഞ്ഞു? അപ്പോ ബഡ്ഡി എന്ന് കേൾക്കുമ്പോൾ എനിക്ക് പലത് രാഷ്ട്രവാദികൾ എന്റെ പണം തരുന്നുള്ളൂ. ബലി എന്താ ബഡ്ഡി ബഡ്ഡി BUDDY ഇത്രയും നടന്നപ്പോ പിന്നെ ഞാൻ രക്ഷപ്പെട്ടു. അതെ, നമ്മളൊക്കെ ഈ ചെറുപ്പത്തിൽ അറിയാൻ വിളിക്കുന്നത് അതാണ് ബെഡ്ഡി. ബെഡ്ഡി തകപ്പ ബെഡ്ഡി കുട്ടപ്പ വിധിച്ചാൽ നല്ല ബെഡ്ഡിയായി. അതും അങ്ങനെ അറിയാം, അപ്പൊ നന്നായിരിക്കുമല്ലോ പടം ഇതാ പറയുന്നത്. അപ്പൊ ഈ ബെഡ്ഡി എന്നുള്ള സംഭവം ഒരു സൗഹൃദത്തിന്റെ സംഭവമാണെന്ന രീതിയിൽ നിങ്ങൾ പ്രൊമോട്ട് ചെയ്യും. ദിസ് എ സ്റ്റോറി ഓഫ് ഫ്രണ്ട്ഷിപ്പ്. ബട്ട് ഈ സ്റ്റോറി ഓഫ് ബഡ്ഡീസ് നമ്മൾ ആൾക്കാർക്ക് അറിയാൻ കഴിയും. പക്ഷേ ഈ ന്യൂ ജനറേഷൻ എന്ന് പറയുന്ന അവകാശപ്പെടുന്ന സിനിമയുടെ രാഷ്ട്രവാദികളുടെ ഒരു ഡയലോഗ് എനിക്ക് വളരെ സ്പെഷ്യലായിട്ടുണ്ട്. ഞാൻ പറഞ്ഞുള്ളത് ഞാൻ പറഞ്ഞിട്ടുമില്ല. It will take just 1 second to become a father. Am I right? Yeah. It will take maybe years and ages to become dad. And let me be frank with you, this is the story of Raj Prabhavati. He is a love-sick child. And I had enough in me and I would share you a lot. That is why you like me, and the same with the public when they see Badi also will definitely like this film. I pray from my deepest heart it should come out good. Raj Prabhavati Menon ഒരു പടം കിട്ടുകയെന്നുള്ളത് രാജ് പ്രഭാവതി മേനനും ഈ തുടക്കമിട്ട ഗ്രീനി എന്റർടൈൻമെന്റ് 2 പേരും പുതുമുഖക്കാരാണ്. 34 വർഷം ഞാൻ കഴിഞ്ഞ അനുഭവം ഒരുമാതിരിയൊക്കെ
ഒപ്പിച്ചൊക്കെ വെച്ചിട്ടുണ്ട്. ഇപ്പോഴും പറഞ്ഞ കോഴിക്കോട് ഉണ്ടാക്കാൻ കുഴപ്പമില്ല. അപ്പോ രാജ് പ്രഭാവതി ബിഗിനിങ് ആണ്. സോ മൈ ഡിയർ ബോയ്, I pray for the success of the film, and after Jackson take the next film immediately. I will perform better. അതും അനുഭവമാണ്. അടുത്ത പടത്തിൽ കിട്ടുന്നത് വരെ ഞാൻ കാത്തിരിക്കും. അത് പറയാനുള്ള അവകാശം ഇത്രയും പേരിരിക്കുമ്പോൾ സാക്ഷിയായിട്ട് എനിക്ക് പറയാം. എൻ്റെ ആഗ്രഹം രാജ അടുത്ത പടം ചെയ്യുക, ഞാൻ അടുത്ത പടം ചെയ്യുക, അനൂപ് ചെയ്യുക, ജയസൂര്യ ചെയ്യുക, ബാബുവാൻ ചെയ്യുക, അതൊന്നുമല്ല. പക്ഷേ എൻ്റെ ഒരു ആഗ്രഹം, വളരെ ദുഃഖത്തോടെ ഞാൻ പറയട്ടെ, ഒരു സിനിമയുടെ പ്രതാപത്തിന്റെ അങ്ങേയറ്റം കാണാനുള്ള ഭാഗ്യം ദൈവം. ഹൗസ് ഹോൾഡ് ബോർഡ് തൂക്കി തൂക്കി തൂക്കിയിട്ട് എന്റെ കണ്ണ് മഞ്ഞളിച്ചു. സത്യമാണ്. താങ്ക്സ് യു. ഇന്നത്തെ അവസ്ഥയിൽ ഒരു ചിത്രം റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ അത് കാണാൻ ആളില്ല എന്ന് പറഞ്ഞ് ഷോ ക്യാൻസൽ ചെയ്യുന്ന ഒരു വലിയ ഒരു വിഷമം പിടിക്കുന്ന സംഖ്യയൊക്കെ നമ്മൾ നേരിടുന്നു. ഇതിനൊരു ഉത്തരമായിട്ട് അരൂപേൻ സൂര്യദേവി പറഞ്ഞതുപോലെ ബാലചന്ദ്രന്റെ ഗഡ്ഡി വരണം, അരൂപേന്റെ ഗഡ്ഡി വരണം, ബാബുവേന്റെ ഗഡ്ഡി വരണം. ആശാ ശരത്തിന്റെയും മറ്റേ കുറിപ്പിന് മാത്രം വരത്തില്ല. ഭൂമി കച്ചാവണം വരണം. ഈ ചിത്രം മനസ്സിന്റെ ആഗ്രഹം ഒരാഘോഷം വരുത്തിയെന്ന് പോകണം. എങ്ങനെയുണ്ട് പ്രശ്നം? തരങ്ങളില്ല, ബാക്കി കുഴപ്പമില്ല, എങ്ങനെയുണ്ട് കണ്ടിരിക്കുക, അതൊന്നും അല്ല വേണ്ടത്. എങ്ങനെയുണ്ട് ഗഡ്ഡി എന്ന് ചോദിച്ചാൽ ബഡ് ഈസ് റിയലി ഗുഡ് എന്ന് പറഞ്ഞ അഭിപ്രായ ചിത്രം ഉണ്ടാക്കട്ടെ. സംസാരിച്ച് പോയി കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞു, അളിയ ഇനി ആരും സംസാരിക്കാതിരിക്കുന്നതാണ് നല്ലത്. അല്ല, അത്ര അസാധ്യമായി പോയി. എന്ത് തന്നെയാണെങ്കിലും വളരെയധികം സന്തോഷം തോന്നുന്ന ഒരു മൊമെന്റാണ്. കാരണം രാജേഷ് പ്രഭാവതി മേനോൻ ഞങ്ങളുടെ മച്ചിയുടെ ആദ്യത്തെ പടം, അതിൻ്റെ ഡിസ്കഷൻ വേള മുതൽ ഞങ്ങൾ എല്ലാവരും ഉണ്ടായിരുന്നു. ഇന്നത്തെ കാസറ്റ് ലോഞ്ചിൽ എത്തി നിൽക്കുന്നു. ഈ സിനിമയുടെ പാട്ടുകൾ കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഒരു ഹിന്ദി സിനിമയാണ് സത്യം പറഞ്ഞാൽ തോന്നുന്നത്. അതിന്റെ കാരണക്കാരനായ ഇതിന്റെ സിനിമാറ്റോഗ്രാഫർ പ്രകാശ് കുട്ടിക്കാണ് ആദ്യത്തെ കൈയടി കൊടുക്കുന്നത്. ചില സിനിമകളുടെ പോസ്റ്റേഴ്സും അതുപോലെ തന്നെ പാട്ടുകളും കണ്ടു കഴിഞ്ഞാൽ തന്നെ ഈ സിനിമ കാണണം എന്നുള്ള ഒരു ഫീൽ വരാൻ അതുപോലെ തോന്നിയ ഒരു ചിത്രമാണ് ബഡി. രാജേഷ് ഇനിയും ഒരുപാട് നല്ല ചിത്രങ്ങളുടെ വക്താവാകും എന്നുള്ള കാര്യത്തിലും യാതൊരു തർക്കവുമില്ല. ഈ സിനിമ എൻ്റെ ഒരു എന്താ പറയുക, ഒരു എൻ്റെ സിനിമ ഇറങ്ങുന്നത് പോലെ തന്നെ ഞാൻ ആത്മാർത്ഥമായിട്ട് ഇതിന്റെ വിജയം ആഗ്രഹിക്കുന്ന ഒരു സിനിമ കൂടി തന്നെയാണ്. എൻ്റെ സുഹൃത്തിന്റെ സിനിമ, എൻ്റെ സുഹൃത്തുക്കളുടെ സിനിമയാണ് എൻ്റെ പേരിൽ തന്നെ. അതുകൊണ്ട് തന്നെ ബഡി ഈ വർഷത്തെ സംസാര വിഷയമാവട്ടെ. വളരെ ഇമോഷണൽ ആയിട്ടുള്ള ഒരു മൊമെന്റാണ്. കാരണം ഇവിടെ കൂടിയിരിക്കുന്ന എത്രയോ യങ്സ്റ്റേഴ്സിന്റെ സിനിമ എന്ന വലിയ ഭൂമികയിലേക്ക് കയറാൻ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ആദ്യ സിനിമ എന്ന സ്വപ്നമായി നടക്കുന്ന പുറകെ നിൽക്കുന്ന എത്രയോ പേരുടെ പ്രതിനിധിയാണ് രാജ് പ്രഭാവതി മേനോൻ. ജയൻ പറഞ്ഞതുപോലെ നമ്മുടെ എല്ലാം മച്ചി, കൊച്ചി അവൻ മച്ചി. തിരക്കഥ എന്ന സിനിമ കഴിഞ്ഞ് 2008 ഞാൻ അവൻ ആദ്യമായിട്ട് കാണുന്നത്. അവനോട് കഥ പറയാൻ വന്നതാണ്. കഥ പറഞ്ഞ് അവൻ എൻ്റെ കൂട്ടുകാരനായി മാറി. കൂട്ടുചങ്ങാതികൾ നമുക്കെല്ലാം അറിയാം. ഇവിടെ കൂടിയിരിക്കുന്നവരുടെ ഏകദേശം എല്ലാവരുടെയും തന്നെ മച്ചിയാണ്, മച്ചൻക്കാണ്. എല്ലാവരോടും ബാലേട്ടനോട് വരെ ഒരു പോയിന്റിൽ ബാലചന്ദ്രൻ മേനോൻ എന്ന് പറയുന്ന വലിയ ഐക്കൺ, അല്ലെങ്കിൽ എപ്പിറ്റമി ഓഫ് എക്സലൻസ്, അദ്ദേഹത്തെ അണ്ണ എന്ന് വിളിക്കാൻ പറ്റുന്ന ഒരാളാണ്. അത് അവന്റെ ചിലർക്ക് അത് പറ്റുന്നത് ഒരു ദൈവദത്തമായ കാര്യമാണ്, ചിലർക്ക് അത് സാധിക്കാറാണ്. അങ്ങനെ കയറി വിളിച്ചാൽ ചിലപ്പോൾ പലപ്പോഴും അലമ്പാവാറാണ് പറഞ്ഞത്, പ്രത്യേകിച്ചും പാലക്കാട് പോലുള്ള ആൾക്കാർ. ഈ സിനിമ ആദ്യമായി പ്ലാൻ ചെയ്യുമ്പോൾ അവൻ എന്നോട് വന്ന് കഥ പറയുമ്പോൾ, നീ ഇവിടെ എന്താ ചോദിക്കുന്നത്? അന്നും ഈ മാണിക്കുഞ്ഞു താടിക്കാരൻ എന്ന കഥാപാത്രത്തിന് അവൻ കണ്ടത് തന്നെയാണ്. 5 വർഷം മുന്നേ അങ്ങനെ വ്യക്തമായൊരു ഇപ്പൊ പറയുന്ന സാറ്റലൈറ്റ് വാല്യൂ ഒന്നുമില്ലാത്ത ആളായിരുന്നു. എന്നിട്ടും
അവനതിലൊരു വേറെ ഓപ്ഷൻ പോസിബിൾ ആയിരുന്നു. അതിനുശേഷം എനിക്ക് എൻ്റെ പേരിൽ ഒരുപാട് ഹിറ്റുകൾ വന്നപ്പോഴും ഈ സ്വന്തമായ സാറ്റലൈറ്റ് ആയിട്ട് മാർക്കറ്റ് എന്നൊക്കെ പറയുന്ന ഒരു നമുക്ക് ഇപ്പോഴും അവാച്യമായ നമുക്ക് നിർദ്ദേശിക്കാൻ കഴിയാത്ത ഇൻടാൻജിബിൾ ആയിട്ടുള്ള ചില പവറുകൾ കയറി വന്നപ്പോഴും അവൻ എന്നിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് ഞാനെന്ന സുഹൃത്തിനെ, ഞാനെന്ന നടനെ, ഞാനെന്ന കലാകാരനെ അംഗീകരിച്ച മറ്റൊരു സുഹൃത്തിനെയാണ് എനിക്ക് അതിൽ കാണാൻ കഴിയുന്നത്. രാജ് പ്രതാപ് മേനോനാണ് ഈ സിനിമയുടെ എല്ലാം. ഇതിൽ ഒരു അംശം പോലും അനുഭവമില്ല. അവൻ പറഞ്ഞതുപോലെ കണ്ടു ഡാൻസ് ചെയ്യിച്ചു ഒരിക്കലും ചെയ്യില്ല എന്ന് വിചാരിച്ച കാര്യം ബാബുചേട്ടനൊക്കെ ഇങ്ങനെ മലയാളം പ്രേക്ഷകരെ കണ്ടിട്ടേ ഇല്ല. ബാബുചേട്ടന് ഈ കരാട്ടെ എന്ന് പറഞ്ഞാൽ നിൽക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതൊക്കെ പൊളിച്ചടക്കി വേറൊരു ലെവലാക്കി ഇവനങ്ങനത്തെ ഒരു ഉടച്ചു വാർക്കലിൻ്റെ ആളാണ്. ഈ ജനത്തിന്റെ പിന്നിൽ ഞാനോ ബാലേന്ദ്രൻ മേനോനോ ഒന്നല്ല, അതിനും തന്നെ മനുഷ്യൻ അവരോടുള്ള നിങ്ങളുടെ സ്നേഹമാണ്. ഈ സ്നേഹം കേരളക്കരയാകാൻ പോകട്ടെ. കാരണം അവനോട് സംസാരിച്ചാൽ അവന്റെ പടിയായി പോകുന്നതാണ്. കേരളം മുഴുവൻ അവന്റെ പടിയാകട്ടെ. അവന്റെ അടുത്ത സുഹൃത്തുക്കൾ തന്നെയാണ് ഗ്രീനിയും ജാക്സൺ, ഇതിന്റെ നിർമ്മാതാക്കൾ. ഒരു സാധാരണ അനുകരണ ചിത്രത്തിന് താങ്ങാൻ കഴിയാത്തൊരു ബഡ്ജറ്റിലേക്കാണ് സിനിമ പോയിരിക്കുന്നത്. ഒരു 4 കോടി രൂപയോളം ഇതിന് ചിലവായിട്ടുണ്ട്. ആശാശാലത്തൊക്കെ കുങ്കുമപ്പൂവിൽ ഇങ്ങനെ കുങ്കുമം ചാർത്തിക സന്ധ്യ പോലെയൊക്കെ നിന്നിട്ട് ഇതിൽ കണ്ടാൽ ഞെട്ടിപ്പോവും. എന്തൊക്കെ കാണാനിരിക്കുന്നു എന്നുള്ള ലൈനിലാണ്. ഭൂമിക ചൗളയെ കുറിച്ച് എനിക്ക് അടുത്ത് ഞങ്ങൾ പരിചയപ്പെട്ടപ്പോൾ കിട്ടിയ വെരി ഗുഡ് പോയിന്റ്. കവിതകൾ പാടി ഞങ്ങളുടെ സായനങ്ങൾ ധന്യമാക്കിയ ഭൂമിക ചൗള പുതിയ മലയാള സിനിമയിലേക്ക് പുതിയ എൻട്രി നിൽക്കുന്നു. ബാബുചേട്ടൻ്റെ ഡിഫറെന്റ് വേഷം. അരുണിന്റെ കാര്യം ഈ ബഡിയായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും വേദന നൽകുന്ന ഒരു കാര്യമായിരുന്നു അരുണിന്റെ. ഞങ്ങളൊരു സീൻ ഷൂട്ട് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ആ ഒരു അടിയുടെ സീക്വൻസ്, ഫൈറ്റ് സീക്വൻസ് എന്നതിന്റെ തുടക്കത്തിൽ ഞാൻ വണ്ടി കൊണ്ട് നിർത്തി അരുൺ ചാടി ഇറങ്ങുന്ന ഒരു സീക്വൻസ് ഉണ്ടായിരുന്നു. മാനേജറിന് ഞാൻ ബൈക്കിന്റെ ജീപ്പിന്റെ ഫ്രണ്ടിൽ ഇവൻ ചാടി ഇറങ്ങി. പിന്നെ ഞങ്ങൾ അലർച്ചയാണ് കേട്ടത്. അന്ന് കേട്ട അലർച്ച അവൻ 14 ദിവസം ആ കരച്ചിൽ കരഞ്ഞു. ഇന്നും എന്റെ കാതിലുണ്ടാവും അലർച്ച. അത് കഴിഞ്ഞ് പൊട്ടിക്കരയുന്ന ഇവന്റെയും അവന്റെ സെക്കൻഡിലേക്ക് എടുപ്പിക്കേണ്ടായിരുന്നു ഞാനാണ് അതിന് കാരണം എന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞു. യൂട്യൂബ് ലൗഡേയിൽ നമ്മൾ ഒരിക്കലും മറക്കാൻ പറ്റില്ല. അരുണ് ഫ്രഷ് ലീസ് ഓഫ് ലൈഫായിട്ടാണ് ഞങ്ങളെല്ലാം അവിടെ കയറുന്നത്. കാരണം ആ വേദന സഹിച്ച് അവൻ തിരിച്ചു വരുന്ന വേറൊരു പുതിയ വ്യക്തിയായിട്ടും പുതിയ നടനായിട്ടും ആവട്ടെ, മലയാള സിനിമയ്ക്ക് വളരെ ശക്തനായ നടനായിട്ട് ആവട്ടെ ആരും തിരിച്ചു വരുന്നത്. അത്രയധികം അവസരം 14 days ലേശമുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിലെ ഡോക്ടറോട് പറഞ്ഞ് ഞാൻ കേട്ടാണ്, നിങ്ങൾ എന്നെ കൊന്നു തരും അല്ലെങ്കിൽ ഞാൻ വീട്ടിൽ പോയി കിടക്കും. ഈ വേദന സഹിക്കാനാണെങ്കിൽ എന്തിനാണ് ആശുപത്രി? ഈ സിനിമ സാക്ഷാത്കരിച്ചു എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ എന്റെയും അവന്റെയും ബാലേട്ടന്റെയും ഞങ്ങളുടെ എല്ലാം മനസ്സിൽ ഈ സിനിമ ഓൾറെഡി ഒരു വിജയമാണ്. ശരിക്കും പറഞ്ഞാൽ സ്ക്രീനിൽ കണ്ടത് ഞാൻ തന്നെയാണോ എന്നുള്ളൊരു അമ്പരപ്പിലാണ് ഞാൻ. രാജി കഥ പറയുമ്പം ഞാൻ ഭരതനാട്യം കോസ്റ്റ്യൂമിൽ ഇരിക്കുന്ന സമയത്താണ് രാജ എന്നോട് ഈ കഥ പറയുന്നത്. കഥ മുഴുവൻ ഇങ്ങനെ പറഞ്ഞു, മീനാക്ഷി, പത്മ എന്നൊക്കെ പറഞ്ഞെല്ലാം പറഞ്ഞതിനകത്ത് ഒരാൾ റൈറ്ററും ഒരാൾ നർത്തകിയുമാണ്. കഥ പറഞ്ഞു തുടങ്ങി ഏകദേശം 1 മണിക്കൂറിലാണ് രാജനോട് കഥ പറഞ്ഞത്. ഞാൻ ഫുൾ എക്സൈറ്റ്മെൻറ്റോടു കൂടിയ കഥ മുഴുവൻ കേട്ടു. എന്നിട്ട് ഞാൻ രാജനോട് പറഞ്ഞു, അപ്പം ഐ വാസ് സോ കംഫർട്ടബിൾ. ശേഷം ഞാൻ ചോദിച്ചു, എൻ്റെ ജീവിതത്തിൽ വലിയൊരു ആഗ്രഹമായിരുന്നു, ജീവിതം നൃത്തത്തിന് വേണ്ടി മാറ്റിവെച്ചിട്ടുള്ള എനിക്ക് നർത്തകിയുടെ ഒരു കഥാപാത്രം ചെയ്യണം എന്നുള്ളത് എൻ്റെ വലിയൊരു മോഹമായിരുന്നു രാജ് എന്ന് പറഞ്ഞപ്പോൾ രാജ് കുറച്ച് നേരം ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, ബട്ട് യു ആർ നോട്ട് ഡൂയിങ് ദാറ്റ്, യു ആർ ഡൂയിങ് ദ അതർ ക്യാരക്ടർ. അപ്പം ഞാൻ ചോദിച്ചു, ആര്? മീനാക്ഷിയോ? ഞാൻ പറഞ്ഞു, അയ്യോ എനിക്ക് ഒരിക്കലും ആ ഒരു ആറ്റിറ്റ്യൂഡോ ആ ഒരു ബോഡി ലാംഗ്വേജോ എനിക്ക് സാധ്യമാണെന്ന് തോന്നില്ല. കാരണം ഞാൻ ഇങ്ങനെ മാക്സിമം എൻ്റെ ഒരു മോഡേൺ വേഷം എന്ന് പറയുന്നത് ജീൻസും ഒരു ലോങ് കുർത്തയുമാണ്. അതല്ലാത്ത ഒരു സാരിയല്ലാതെ സൽവാറല്ലാത്ത ഒരു ആശാശരത്തിന് എനിക്ക് പോലും സങ്കല്പിക്കാൻ കഴിയില്ല. അപ്പം രാജു പറഞ്ഞു, ഇല്ല, ബട്ട് യു ക്യാൻ ഡു ഇറ്റ്. ഞാൻ പറഞ്ഞു, പറ്റുമോ? രാജു ധൈര്യമാണ് തന്നത്. യെസ്, ആ ചേച്ചിക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ എനിക്കൊരു കോൺഫിഡൻസ് വന്നു തുടങ്ങി. പിന്നെ വീണ്ടും വീണ്ടും രാജ് എന്ന് പറയുന്ന നമ്മളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ബഡി, എൻ്റെ പ്രിയ സഹോദരനായി
മൈ ഫേവറേറ്റ് ബ്രദറായി മാറുകയായിരുന്നു മെനോൻ സാർ. സാറിനെയൊക്കെ ഒരുപാട് റെസ്പെക്റ്റ് ചെയ്ത് ആരാധിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിനൊപ്പം അഭിനയിക്കുവാനും അടുത്തൊന്നിരിക്കുവാനും ഒക്കെ ജഗദീശ്വരൻ ഭാഗ്യം തന്നതിൽ നന്ദി പറയുന്നു. ബാബു ആൻ്റണി സാർ, ബിപിൻ ചന്ദ്രൻ ആൻഡ് നമ്മുടെ എല്ലാം ഫേവറേറ്റായ ഗ്രീനി, എല്ലാവരോടും നന്ദിയുണ്ട്. എനിക്ക് സത്യത്തിൽ വാക്കുകളില്ല. അതുപോലെ ഞാൻ ഇമോഷണലായിട്ട് ഇൻവോൾവ് ആയ ഒരു പടമാണ് ബഡി. ഷൂട്ടിങ്ങിൻ്റെ സമയത്തും ഇത്രയും എൻജോയ് ചെയ്തൊരു പടം വളരെ ചുരുക്കമായിട്ടാണ് ഉണ്ടായത്. രാജിനെ ഞാൻ എങ്ങനെ അപ്രീഷിയേറ്റ് ചെയ്യണമെന്ന് എനിക്കറിയില്ല. അദ്ദേഹത്തിന് വളരെ നല്ല വിഷ്വൽ സെൻസുള്ള, നല്ല കോമിക് സെൻസുള്ള മച്ചി അല്ലേ. പിന്നെ പൊൻകുന്നംകാരനായ എൻ്റെ വേറൊരു പടിയോടെ ഇവിടെ ഉണ്ട്. എൻ്റെ ഫാദറിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ ചന്ദ്രനങ്ങളുടെ മകൻ. എനിക്ക് ഏറ്റവും നല്ല പേര് തന്ന ഒരു ചിത്രമാണ് ഗ്രാൻഡ് മാസ്റ്റർ. വളരെ നന്നായിട്ട് ഓടുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഒരുപാട് പടങ്ങൾ എനിക്ക് ഓഫർ വന്നെങ്കിലും എനിക്കത് സ്വീകരിക്കാൻ സാധിച്ചില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു വർഷത്തിന് ശേഷമാണ് ബഡി എന്ന് പറഞ്ഞൊരു ചിത്രം വന്നപ്പോൾ ഞാനത് അക്സെപ്റ്റ് ചെയ്തത്. അപ്പോൾ തന്നെ അതിൻ്റെ ഒരു ക്വാളിറ്റി നിങ്ങൾക്ക് മനസ്സിലാവും എന്ന് എനിക്ക് തോന്നുന്നു. രാജ് പ്രഭാവതി മേനൻ, എൻ്റെ രാജേട്ടന് എൻ്റെ നന്ദി. അതുപോലെ തന്നെ ഗ്രീനി ആൻറ്റി, ജാക്സൺ അങ്കിൾ ആൻഡ് ത്രൂ ഔട്ട് ദി മൂവി എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവരും, അനൂപേട്ടൻ, ബാലചന്ദ്രൻ അങ്കിൾ, ബാബു ആൻ്റണി അങ്കിൾ, എല്ലാ ആശാൻറ്റി, എല്ലാവർക്കും ഞാൻ പേരെടുത്ത് പറയുന്നില്ല, അങ്ങനെയാണ് കുറേ പേരെ മിസ് ചെയ്യും. എല്ലാവർക്കും എൻ്റെ നന്ദി. ബഡി ഒരു മ്യൂസിക്കൽ ഹിറ്റ് ആവുന്നതിൻ്റെ കൂടെ തന്നെ ഒരു ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റും കൂടി ആവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. വജ്രം എന്ന് പറഞ്ഞ മൂവി ഇറങ്ങിയതിന് ശേഷം എല്ലാവരും എന്നെ മാടത്തക്കിളി എന്ന് പറഞ്ഞിട്ടായിരുന്നു ഐഡന്റിഫൈ ചെയ്തത്. ദേ മാടത്തക്കിളി വരുന്നു എന്ന് പറയും. എനിക്ക് ഉറപ്പുണ്ട് ബഡി ഇറങ്ങിയതിന് ശേഷം എല്ലാവരും ഇനി എന്നെ ദേ ബഡി വരുന്നു എന്ന് പറയും.